ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ? ഡിവൈഎഫ്ഐ ഇവിടെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് BJP-ക്കാരോടും യുവമോർച്ചക്കാരോടും പറഞ്ഞ സംസ്ഥാനമായിരുന്നു ബംഗാൾ. മൂന്ന് പേര് തികച്ചില്ല. CPM-ന്റെ നേതാക്കന്മാർ പൊറോട്ട അടിക്കുകയാണ് കേരളത്തിൽ വന്ന കേരളത്തിലെ നേതാക്കന്മാർക്ക് പൊറോട്ട അടിക്കാൻ ഒരൊറ്റ സംസ്ഥാനവും ബാക്കിയില്ല. അതൊക്കെ ചാണകസംഖ്യകളുടെ സംസ്ഥാനങ്ങളായി മാറി. ഞങ്ങൾ വരുന്ന നിങ്ങൾ പ്രഖ്യാപിച്ച ബംഗാളിൽ ഞങ്ങൾ വന്നില്ലേ? നിങ്ങളെ ചുരുട്ടിക്കൂട്ടി എടുത്ത് റോട്ടിലിട്ടില്ലേ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അവശേഷിക്കുന്ന സംസ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസം അഥവാ മാർക്സിസ്റ്റ് പാർട്ടി തെക്കോട്ടെടുക്കാൻ പോവാ. ഒരാള് ഉണ്ട്, തീരദേശത്തുനിന്ന് ഒരാളുണ്ട്. ആ ഒരാളല്ലാതെ ഒരു കനൽത്തിരി അല്ലാതെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. പക്കാ ഭാഷയിൽ പറഞ്ഞാൽ എത്ര അപക്വമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. നിങ്ങളെ നിർത്തരോ താൻ. നിങ്ങൾക്ക് പറയാം അല്ലേ? നിങ്ങൾക്ക് പറയണം. നിങ്ങൾ വേണമായിരുന്നാ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ പറയണ്ട. നിങ്ങൾ പറഞ്ഞാൽ പറയും, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും. മനസ്സിലായില്ലേ? നിങ്ങൾ ഗവർണറെ കുറിച്ച് എന്താ പറഞ്ഞത്? യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ ഞങ്ങൾ തടയും. നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ലാന്ന്. നിങ്ങൾ ആരെ? നിങ്ങൾ ഗവർണറെ തടയും, കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗവർണർ കാലുകുത്തിയില്ലേ? ഗവർണറെ കൊണ്ട് ഞങ്ങൾ അത് ജയിപ്പിക്കുന്നു. ഗവർണർ ഇച്ഛ വർപ്പിച്ചില്ല നിങ്ങളെ. കൊലപാതകിയുടെ ഭാര്യയെ കൊണ്ടുവന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊലപാതകിയാ. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാരും മൊത്തം കൊലപാതകികളും അക്രമികളും അല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു മര്യാദ വേണ്ടേ? മുഖ്യമന്ത്രിയോട് പോയി പറ ആദ്യം. അദ്ദേഹമാണ് ഒന്നാം പ്രതി. ഒരു തൊഴിലാളിയെ അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ സമയം